പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചാൽ വർഗീയവാദിയാകും. രാജ്യത്തെ മതേതരത്വത്തിന് വേണ്ടി സംസാരിച്ചാൽ നമ്മൾ തീവ്രവാദിയാകും. ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഭീകരവാദികൾക്കെതിരെ, തീവ്രവാദികൾക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംഘിയാകും. എങ്ങനെ സംസാരിച്ചാലും യഥേഷ്ടം ചാപ്പയടിക്ക് യാതൊരു പഞ്ഞവുമില്ലാത്ത ഒരു നാടാണ് നമ്മുടെ നാട്. സമാധാനമുണ്ട്. പിന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് മാത്രമാണെന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത്. ഈ ചാപ്പയടി അല്ല. ഏതാണ്ട് രാജ്യത്തിനു വേണ്ടി, രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, മതേതരത്വത്തിനു വേണ്ടി, ദേശീയതയ്ക്ക് വേണ്ടി, രാജ്യത്തിനു വേണ്ടി സംസാരിക്കുന്ന എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണിത് എന്ന് മനസ്സിലാക്കാൻ ഞാൻ ഏറെ വൈകിപ്പോയി. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ്, സുസ്ഥിരത, ബഹുസ്വരത, നാനാത്വത്തിൽ ഏകത്വം, മതേതരത്വം, ഇതിനു വേണ്ടി നിരന്തരം സംസാരിച്ചുകൊണ്ടേയിരിക്കാൻ ചാലഞ്ചേഴ്സിന് മാത്രമേ പറ്റൂ. കാരണം നമ്മൾ അങ്ങനെ സംസാരിച്ചാൽ നമുക്ക് വരുന്നതെല്ലാം ഏത് രൂപത്തിലുള്ള കമന്റുകളായിരിക്കും, ഏത് രൂപത്തിലുള്ള റിയാക്ഷൻസ് വീഡിയോസ് ആയിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ഇപ്പോൾ ബംഗാളിൽ നടക്കുന്നത് ഹിന്ദു വിരുദ്ധതയാണ്. ഒരു കോൺഗ്രസ് നേതാവ് പറയുവാണ്, ദിവസവും 10 ഹിന്ദുക്കൾ വീതം താഴെ വീഴട്ടെ ചത്തുമലച്ച്. ഹിന്ദുക്കളുടെ വീടുകൾ നിരന്തരം കൊള്ളയടിക്കപ്പെടുന്നു, ഹിന്ദുക്കളുടെ കടകൾ അടിച്ച് തകർക്കപ്പെടുന്നു, ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് ഇല്ലാതാക്കുന്നത് തന്നെയാണ് ബംഗ്ലാദേശിലും നടന്നത്. അപ്പൊ ബംഗ്ലാദേശിൽ പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിച്ചാൽ, കേരളത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിച്ചാൽ, ബംഗാളിൽ പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കൊരു ചാപ്പയടി കിട്ടും, വർഗീയവാദി. ഇതാരാണ് ഈ ചാപ്പയടിക്കുന്നത്? ലക്ഷണമൊത്ത വർഗീയവാദികൾ. ജമാഅത്തെ ഇസ്ലാമിലല്ലോ ഉണ്ടോ? ഇസ്ലാമിൽ ഇസ്ലാം ഉണ്ടോ? ഇല്ല. ഇവരൊക്കെ പറയുന്നത് ഇവരാരും ലീഗില് മുസ്ലിം ലീഗ്, അതിനകത്ത് വർഗമുണ്ടോ, മതമുണ്ടോ? അപ്പൊ ഇവരുടെയൊക്കെ സംഘടനകളിൽ തന്നെ ഇത്തരം വിഭാഗീയതയും വർഗീയതയും ഉണ്ടായിരിക്കെ ഇവരെ എതിർക്കുകയോ ഇവരുടെ ജനാധിപത്യ വിരുദ്ധതകളെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുകയോ ചെയ്താൽ നമുക്ക് ഫ്രീ ആയിട്ട് ചില പേരുകൾ കിട്ടും. ഇതുവരെ നമുക്ക് വേണ്ടി മാത്രം കിട്ടിയതിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. ഇപ്പൊ രാംകുമാർ സാർ പറയുന്നു, അദ്ദേഹം ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിച്ചു എന്ന ഒറ്റ കാരണത്താൽ അദ്ദേഹത്തിനും ചാപ്പയടി കിട്ടി. നിയമം ഉണ്ടാക്കാൻ നമ്മുടെ രാജ്യത്ത് നിയമനിർമ്മാണ സഭകൾ ഉണ്ട്, അല്ലെ? വ്യാഖ്യാനിക്കാൻ കോടതികളും പോലെ മാരത്തോൺ ചർച്ച നടത്തിയിട്ടാണല്ലോ വഖഫ് ഭേദഗതി ബിൽ അത് പാസാക്കിയത്. അതെ. അപ്പോ ഇത്തരം നിയമങ്ങളിൽ സുപ്രീം കടന്നു കയറ്റം, കോടതിയുടെ ഭാഗത്തു നിന്ന് ചില ലോക്സഭയും കടന്ന് രാജ്യസഭയും കടന്ന് രാഷ്ട്രപതി ഒപ്പുവെച്ച് ഒരു ബില്ല് നിയമമായിട്ട് പോലും ഞങ്ങൾ ഇതിനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് ശരീഅത്ത് നിയമത്തിന്റെ പിന്നാലെ പോകുന്ന ആളുകൾക്ക് പാകിസ്ഥാനിലേക്കുള്ള വഴി കാണിക്കാൻ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു. കോടതി ആ വാദത്തിന്റെ ആദ്യ സ്റ്റേജിൽ തന്നെ കോടതി അതിനെ പരോക്ഷമായി വിമർശിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ കോടതി കയറി ഈ നിയമങ്ങളിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിയമനിർമ്മാണ സഭകളുടെ ആ ഒരു നിലനിൽപ്പ് അത് തന്നെ ചോദ്യം ചെയ്യപ്പെടില്ലേ? തീർച്ചയായിട്ടും. അതല്ല, ഈ സമീപകാലത്ത് സുപ്രീം കോടതിയിൽ നടന്ന ചില സംഭവങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ്. ഉദാഹരണത്തിന്, നമ്മുടെ ഭരണഘടന നിലനിൽക്കുന്നത് 3 സ്തംഭങ്ങളിലാണ്. നിയമനിർമ്മാണം, നിർവഹണ വിഭാഗം, നീതിന്യായം. ഇതിലൊരു ഘടകം മറ്റൊന്നിൽ അതിക്രമിച്ച് കയറാൻ പാടില്ല, ആ ഘടകത്തിന് നീക്കിവെച്ച കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഭരണഘടനയുടെ അടിസ്ഥാന തത്വം. ഇത് സുപ്രീം കോടതി പല വിധിന്യായങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ, കോടതി നടപടികളെ പറ്റി വിമർശിക്കാൻ അസംബ്ലിക്ക് പോലും അവകാശമില്ല. അതിന് പ്രത്യേക നിശ്ചയമുണ്ട്. അസംബ്ലിയുടെ അകത്ത്, നിയമനിർമ്മാണ സഭയുടെ അകത്ത് കോടതി അലക്ഷ്യം പോലും ചെയ്യാം എന്നാണ്. അതിന് പരിപൂർണമായ സംരക്ഷണമുണ്ട്. നിർവഹണ വിഭാഗത്തിനാകട്ടെ ഈ 2 കൂട്ടരും പറയുന്നത് നടപ്പാക്കാൻ ഒന്ന് മറ്റൊന്നിന് അതിക്രമിച്ചു. ഇവിടെ എന്താ നടന്നത്? നിയമനിർമ്മാണം 2 ജഡ്ജിമാരെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ അവരെ പറ്റി മോശമായിട്ട് പറയണ്ട, പക്ഷേ ഈ രാജ്യത്തെ എല്ലാവർക്കും അറിയാം. അതിലൊരു ജഡ്ജിയുടെ പിതാവ് ഗുജറാത്ത് നിയമസഭയിലെ കോൺഗ്രസ് അംഗവും സ്പീക്കറുമായിരുന്നു. മറ്റേ ജഡ്ജി തമിഴ്നാട്ടിലെ DMKയുടെ അധികാര സ്ഥാനത്തിരുന്ന് ഡൽഹിയിലെത്തിയതാണ്. നമ്മുടെ CPM-കാര് പറയും പോലെ പ്രതീകാത്മകമായി നാടുകടത്തുന്ന ഏർപ്പാടൊന്നും മറ്റു രാഷ്ട്രീയക്കാരുടെ തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള 2 ജഡ്ജിമാരിരുന്ന് രാഷ്ട്രപതിക്ക് പോലും
3 മാസത്തെ കാലാവധി നൽകാൻ ഭരണഘടനയിലെ ഏത് അധികാരമാണ് അവർക്ക് കൊടുക്കുന്നത്? ചോദ്യം. സൗകര്യത്തിനനുസരിച്ചല്ല ഭരണഘടന വിവക്ഷിക്കേണ്ടത്, ശാശ്വതമായ രീതിയിലാണ്. ഒരു പ്രത്യേക കേസിന്റെ വസ്തുതകൾ വെച്ചിട്ടല്ല കോടതി വിധി സുപ്രധാനമായ കാര്യങ്ങൾ പറയുന്നത്. കാലാകാലങ്ങളിൽ നിലനിൽക്കേണ്ട വിധിയാണ്. അപ്പൊ അതിന് പകരം തമിഴ്നാട് ഗവർണർ കാലതാമസം വരുത്തുന്നു, അതുകൊണ്ട് 3 മാസം വെക്കണം. ഈ 3 മാസം വെക്കണോ വേണ്ടേ എന്നുള്ളത് എന്റെ സുഹൃത്തുക്കളുടെ നേരത്തെ പറഞ്ഞു. കോൺഗ്രസ് സ്വാതന്ത്ര്യം നേടിത്തന്ന ആത്മാഭിമാനം. ആരാണ് സ്വാതന്ത്ര്യം നേടിത്തന്നത്? ഇന്ന് പാണക്കാട് പോയി ആശീർവാദം പഠിക്കുന്നവരല്ല. കോൺഗ്രസിൽ ഒരു പുതിയ അംഗം ചേർന്നാൽ നിർബന്ധമായിട്ടും പാണക്കാട് പോയി ആശീർവാദം ആദ്യമാക്കിയിട്ട് കത്തറെടുത്ത് DCC ഓഫീസിൽ ചെല്ലാൻ പറ്റുള്ളൂ. ആ ഗതികേട് ഉണ്ടായിരുന്ന കോൺഗ്രസ്സുകാരല്ല. നേരെ മറിച്ച് ജീവിതം മുഴുവൻ രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്ത് സ്വത്തുക്കൾ നഷ്ടപ്പെടുത്തി ബ്രിട്ടീഷ് പോലീസുകാരുടെ ഭീകരമായ മർദ്ദനമേറ്റ് രാജ്യത്തിന് വേണ്ടി ശബ്ദിച്ച് ഉള്ള ധീരദേശാഭിമാനികൾ, വിവിധ സമുദായത്തിൽപ്പെട്ട ആളുകൾ. ഞാൻ പേരുകൾ പറയണം. സർ സബിദിൻ കിച്ചലു, KM മുൻഷി, ഗുലാബായി ദേശായി തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കന്മാര്, ഡോക്ടർ അംബേദ്കർ, സർവല്ലാടി കൃഷ്ണസ്വാമിയ തുടങ്ങിയ നിയമവിദഗ്ധര്, ഇവരൊക്കെ കൂടി ആലോചിച്ചുണ്ടാക്കിയ ഭരണഘടനയാണ്. ആ ഭരണഘടന ഉണ്ടാക്കുന്ന അവസരത്തില് പ്രസിഡന്റിന് കാലാവധി വയ്ക്കണമെന്ന് ചർച്ച ഉണ്ടായി. ഡോക്ടർ അംബേദ്കർ പറഞ്ഞു, നമ്മുടെ രാഷ്ട്രപതി ഉന്നതമായ സ്ഥാനം വഹിക്കാനാണ് നമ്മുടെ സംവിധാനം ഉണ്ടാക്കുന്നത്. നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഏറ്റവും നീതിന്യായ ചരിത്രത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും, ഇവർക്കൊക്കെ തെറ്റ് പറ്റും എന്ന ധാരണയിൽ ഒരു നിയമം ഉണ്ടാക്കാൻ പാടില്ല എന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ് വായിക്കുന്ന ആർക്കും മനസ്സിലാവും. എന്റെ സുഹൃത്ത് അനൂപിന് സമയം കിട്ടുന്ന അങ്ങനെ ഒന്ന് ചെയ്താൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം മാറും. പിന്നെ അദ്ദേഹം മതേതരത്തെ പറ്റി പതിവ് പോലെ വാചാലെ എന്നെ വർഗീയവാദിയാക്കി. കാരണം ഞാൻ ഹിന്ദുക്കൾക്ക് വേണ്ടി 2 വാക്ക് സംസാരിച്ചു. അദ്ദേഹത്തിന് ഹിന്ദു എന്ന് കേട്ടാൽ തന്നെ വർഗീയമാണ്. പാവം. എനിക്ക് വാസ്തവത്തിൽ കോൺഗ്രസ്സുകാരുടെ സഹതാപമുണ്ട്. കാരണം ചത്ത കുതിര എന്ന് പറഞ്ഞത് പാകിസ്ഥാന്റെ സഹസ്ഥാപകനായ സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവാണ്. ആ ചത്ത കുതിര നിങ്ങളിന്ന് പടക്കുതിരയാക്കിയില്ലേ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയാറുണ്ട് പിന്നെ കൂട്ടങ്ങളെ പറ്റി. എന്റെ പ്രിയപ്പെട്ട അനൂപെ, ഡൽഹിയിലെ സിഖുകാരെ നിങ്ങൾ കെട്ടിപ്പിടിച്ചിട്ടാണോ കൊന്നത്? ഡൽഹി ഹൈക്കോടതിയും സുപ്രീം കോടതിയും എന്താ പറഞ്ഞ് സജ്ജൻ കുമാറിന്റെ പ്രായം കണക്കിലെടുത്ത് ഞങ്ങൾ വധശിക്ഷ നൽകുന്നില്ല. ആരാ സജ്ജൻ കുമാർ? എന്റെ സുഹൃത്ത് അനൂപിന് അറിയാമല്ലോ. ഡൽഹി പ്രദേശത്തിലെ ഏറ്റവും വലിയ കോൺഗ്രസ് നേതാവ്. അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി എല്ലാ കാലത്തും ത്യാഗം സഹിക്കുകയും പട്ടാളത്തിനും മറ്റതിലും കൂടുതൽ കാലം സേവനം അനുഷ്ഠിക്കുന്ന നിരവധികളായ സിഖുകളെ കൂട്ടക്കൊല നടത്തിയ പാരമ്പര്യമുള്ള പാർട്ടിയാണ് ഇന്ന് മതേതരത്തെ പറ്റി സംസാരിക്കുന്നത്. എന്റെ സുഹൃത്ത് അനൂപെ, പാണക്കാട്ടിൽ എത്ര അനുഗ്രഹം പഠിച്ചാലും നിങ്ങളുടെ ഈ കഥ നിങ്ങൾക്ക് ഇവർ ഈ രാജ്യം ഭരിച്ചു മുടിച്ചത് എങ്ങനെയാണ് എന്ന്, നെഹ്റു കുടുംബം എങ്ങനെയാണ് കോടിക്കണക്കിന് പണമുണ്ടാക്കി നിയമത്തെ പറ്റിച്ചതെന്ന്, എങ്ങനെയാണ് ഈ കോടാനുകോടി പണമുണ്ടാക്കിയിട്ടും ED കേസ് വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടും കേസ് പോസ്റ്റ്പോണ്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതെന്ന യാഥാർത്ഥ്യം ഇന്ന് ജനങ്ങൾക്കറിയാം. ഇവരാരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത്? എന്നെ വർഗീയവാദി വിളിച്ചു. നിങ്ങൾക്ക് കോൺഗ്രസ്സുകാരെ വിളിക്കുന്നത് ഞാൻ അഭിമാനമായിട്ട് കാണും. കാരണം കപട മതേതരത്വത്തിന്റെ വക്താക്കളായ കോൺഗ്രസ്സുകാര് ഇന്നും ബലഹീനത കൊണ്ട്, നിസ്സഹായാവസ്ഥ കൊണ്ട് പാണക്കാട് അഭയം പ്രാപിച്ചാണ് കേരളത്തിലടക്കം നിലനിൽക്കുന്നത്. വയനാട്ടിലെ 6 മുസ്ലിം മണ്ഡലങ്ങളിൽ നിന്ന് നിങ്ങളുടെ എല്ലാ നേതാവിനെ ജയിപ്പിച്ചെടുക്കാൻ ലീഗിന്റെ അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ നടക്കില്ല എന്ന് രാഷ്ട്രീയത്തിന്റെ ബാലപാഠം അറിയാവുന്നവർക്കും. അതുകൊണ്ട് അനൂപ്, മതേതരത്തെ പറ്റി അധികം ഞെളിയണ്ട. നിങ്ങളുടെ മതേതരത്തെ ഞങ്ങൾ ധാരാളം ഈ ഇരട്ടത്താപ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹനുമാൻ ചാലിസ് നിരോധിച്ച മതേതരത്വം. അല്ലാഹു അക്ബർ മുഴങ്ങണം എല്ലായിടത്തും. 1 കിലോമീറ്ററിനകത്ത് 5ഉം 10ഉം പള്ളികൾ പൊങ്ങി. ലൗഡ് സ്പീക്കർ നിരോധിക്കാൻ പാടില്ല. കോളാമ്പി വേണം. പക്ഷേ ഹനുമാൻ ചാലിസ പറ്റില്ല. ഹിജാബ് ഇവിടെ വേണം. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് വരെ വേണ്ടി വന്നാൽ ഹിജാബ് വേണം. കോർപ്പറേഷനകത്ത് നോമ്പുതുറയുടെ സൈറൺ മുഴങ്ങണം. ക്രിസ്ത്യൻ ചർച്ചുകളിൽ, ഹിന്ദു ആരാധനാലയങ്ങളിലൊക്കെ നോമ്പുതുറ മുഴങ്ങട്ടെ. നബിദിനത്തിന് ഘോഷയാത്രകൾ സംഘടിപ്പിക്കട്ടെ. പക്ഷേ ഇതര മതവിഭാഗങ്ങളുടെ ഒരു ആരാധനാ രീതിയെയും നമ്മൾ അംഗീകരിക്കില്ല. ഈ ഇരട്ടത്താപ്പിനെയാണ് നമ്മൾ എതിർക്കുന്നത്. നന്ദി.